മുന്തിരിവള്ളി ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. മുമ്പ് മുന്തിരിങ്ങകൾ പോസ്റ്റ് ചെയ്തിരുന്നു, ചെറിയ മുന്തിരി പൂക്കൊലകളും. ഇപ്പോൾ അതിലും ചെറുത് കണ്ടു തുടങ്ങി. ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്, മുമ്പ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇത് കണ്ടോ, വളരെ വളരെ ചെറിയ പൂങ്കുല, അത് ഫോക്കസിൽ തന്നെ കിട്ടുന്നില്ല. ഇതാ കണ്ടില്ലേ, അത് നല്ല തളിരുകൾ. ഇതാണ് നേരത്തെ ഉണ്ടായ മുന്തിരിങ്ങകൾ ഇങ്ങനെ കൊല കൊലയായിട്ട് നിൽക്കുന്നത്. കാണാം, അതാ ഇഷ്ടം പോലെ ഉണ്ട്. ചിലതൊക്കെ പഴുത്തുണ്ടായിരുന്നു. അതാ വേറെയുണ്ട് മുന്തിരിക്കുല, ധാരാളമായിട്ടുണ്ടാവുന്നുണ്ട്. അതാ പിന്നെയും ഒരു കുഞ്ഞ്, ഇത് പൂങ്കുലയാണ് ശരിക്ക്, മുന്തിരിങ്ങയല്ല. അതാ കണ്ടില്ലേ ഒരെണ്ണം. ചെറിയ തളിരിൻ്റെ മുകളിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് മിസ്സായിരുന്നത്. ഇതാണ് ഞാൻ ആദ്യം കാണിച്ചത്. പല സ്റ്റേജിലുള്ള ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ പൂങ്കുലയാണ്, മൊട്ട് വിരിഞ്ഞിട്ടില്ല. അതായത് മൊട്ട് വിരിയണതിന് മുമ്പുള്ള പൂമൊട്ട് കുല എന്ന് പറയേണ്ടി വരും. ഇത് അതിൻ്റെയൊക്കെ എത്രയോ മുമ്പത്തെ വേർഷനാണ്. കണ്ടില്ലേ എത്ര ചെറുതാ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മുന്തിരിങ്ങ ആയതാണ് കേട്ടോ. ഇവിടെ പോയി, ഇതും മുന്തിരിങ്ങ തന്നെ. ഇത് പഴുത്തിട്ടില്ല, പഴുക്കുമ്പോൾ വയലറ്റ് നിറം വരുന്നുണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ വലുതാകുമ്പോൾ അങ്ങ് വിടരും, പൂവായിട്ട് വിടരും. ഒരു വെള്ളപ്പൂവാണ്, പൂവിന് വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ എന്തായാലും കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ ധാരാളമായിട്ട് ഇതൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ വിടരും. അത് കാണുമ്പോൾ ഒരു രസമാണ്. മുമ്പൊന്നും ഞാൻ കഴിഞ്ഞ കൊല്ലം പൂവുണ്ടായത് ഞാൻ കണ്ടില്ല. ഇത് ഈ കാട് പിടിച്ച് വളരുന്നതുകൊണ്ട് ഇതൊന്നും കാണൂല. കുറച്ച് ദിവസം കഴിഞ്ഞ് മുന്തിരിങ്ങയായിട്ട് വരുമ്പോഴാണ് ശ്രദ്ധയപ്പെടുക. പ്രത്യേകിച്ച് കുറച്ച് പ്രൂണിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തണ്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കുമ്പോഴാണ് ശ്രദ്ധയപ്പെടുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. കുറേ അധികം കാട് പിടിച്ച് കുറച്ചൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ പുതിയ കുഞ്ഞ് കുരുന്ന് പൂമൊട്ടുകൾ കണ്ടത്.